ഹലോ, വെൽക്കം ബാക്ക്. ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ. അപ്പം നമുക്ക് കഥയിലോട്ട് പോകാം. സമയങ്ങൾ കടന്നുപോയി. പ്രണയത്തിന്റെ അവസാനം തളർന്നു കിടക്കുന്ന വേദ. ദർശ് അവന്റെ നെഞ്ചിലാണ് അവളുടെ സ്ഥാനം. നഗ്നമായ അവളുടെ ശരീരത്തിൽ പുതപ്പ് കൊണ്ട് മൂടി അവളെ ദർശ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. ഇരുവരുടെ മുഖത്ത് പ്രണയവും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞു നിന്നു. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ദർശന്റെ കൈകൾ അവളുടെ തലമുടിയെ തലോടിക്കൊണ്ടേയിരിപ്പുണ്ട്. അവന്റെ മുഖത്ത് അവളോടുള്ള പ്രണയത്താൽ നിറഞ്ഞു തുളുമ്പി നിൽപ്പുമുണ്ട്. വേദ പതിയെ അവന്റെ മുഖത്ത് കൈ ഓടിച്ചുകൊണ്ടിരുന്നു. ദർശാണെങ്കിലോ അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെയും ചിരിയോടെയും നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ ആ നോട്ടത്തെ ആസ്വദിച്ചുകൊണ്ട് വേദ പതിയെ കിച്ചേട്ടാ ഉം അവനും പതിയെ മൂളിക്കൊണ്ട്. ദർശ് അവളുടെ മൂക്കിന്റെ തുമ്പിൽ ചുണ്ടുകൾ അമർത്തി. അത് ആസ്വദിച്ച വേദ അവനെ നോക്കിക്കൊണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. വേദയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദർശ് ഉറപ്പു പറഞ്ഞു. വേദ ആദ്യം ഒന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും അവൾ ചോദിക്കാനായി തുടങ്ങി. കാരണം കാലങ്ങളായി തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം വേണം. അവളുടെ സംശയം ശരിയാണോ എന്നതിനു വേണ്ടി വേദ പിടച്ചിലൂടെ ഭയത്തോടെയാണെങ്കിലും അവന്റെ കണ്ണുകളിൽ നോക്കി ഉറപ്പോടെ ചോദിച്ചു. ഞാൻ പോയി 6 മാസം കഴിഞ്ഞപ്പോൾ ധീരയും നന്ദനും ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. അതിന്? അവൻ നിസ്സാരമായി തിരിച്ചു ചോദിച്ചു. വേദ തുടർന്നു. പക്ഷെ പിന്നീട് അവരെപ്പറ്റി ഒരു വിവരങ്ങളും ഒന്നും തന്നെയില്ല. മാത്രല്ല, എനിക്കുറപ്പുണ്ട് അവർ കിച്ചേട്ടന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? അവൻ വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. കാരണം എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അവരെ പോലീസിന്റെ കയ്യിൽ കൊടുത്തത് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുറത്തു വന്നാൽ കിച്ചേട്ടൻ കാത്തിരിക്കുമെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. വേദയുടെ വാക്കുകളിൽ മുഖമൊന്ന് വിടർന്നുവെങ്കിലും ആ മുഖത്ത് ഒരുതരം ക്രൂരത നിറയുന്നത് വേദ ഭയത്തോടെയായിരുന്നു കണ്ടത്. അതിനാൽ തന്നെ അവർ അവർ ജീവനോടെയുണ്ടോ കിച്ചേട്ടാ? അവളത് പറഞ്ഞു നിൽക്കുമ്പോൾ അവന്റെ മുഖം മാറി. അവിടെ ഗൗരവം നിറഞ്ഞത് കണ്ട വേദ ഭയത്തോടെ, അവർ ജീവനോടെയുണ്ടോ? അവർ ജീവിക്കാൻ അവകാശമുള്ളവരാണോ വേദ? അവർ ജീവിക്കാൻ അർഹരാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ ചോദ്യത്തിന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ അല്ല എന്ന് തലയാട്ടി. അത് മാത്രം മതിയായിരുന്ന ദർശന്. അവൻ അത്രമേൽ പ്രണയത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ ചിന്തകളെ മാറ്റാൻ എന്നതുപോലെ അവന്റെ വിരലുകൾ അവളിൽ പ്രണയം തീർത്തു. നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ വേദ അവനിലേക്ക് ലയിക്കുന്നതും ഒപ്പം തന്നെ അവളുടെ ഉള്ളിലെ ചിന്തകളെ മാറ്റി അവൻ പ്രണയം നിറയ്ക്കുന്നതും വേദ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും പ്രണയത്തോടെയും അറിഞ്ഞു. ആ സമയങ്ങളിൽ അവിടെ പിന്നെയും വേദയുടെയും ദർശിന്റെയും പ്രണയത്തിന് തിരികൊളുത്തി. അവൻ നൽകുന്ന പ്രണയത്തിൽ നിന്നും തളർന്നു കിടക്കുന്ന വേദയെ ദർശൻ പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ദർശ അത്രമേൽ പ്രണയത്തോടെ വേദയെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ മയക്കത്തെ മാടി വിളിക്കുന്നതും അവൾ മയക്കത്തിലേക്ക് അമർന്നു പോകുന്നതും എല്ലാം കണ്ട ദർശ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. അവൾ മയക്കത്തിലാണ് എന്നുറപ്പിച്ച നിമിഷം ദർശിന്റെ മുഖം മാറി തുടങ്ങി. അവന്റെ ഉള്ളിൽ അന്നത്തെ ദിവസമായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ്. ആളൊഴിഞ്ഞ ഒരു പഴയ ബംഗ്ലാവ്. ചുറ്റും തോക്കേന്തിയ കാവൽക്കാരുടെ കനത്ത സുരക്ഷാ വലയം. അതിനുള്ളിൽ ഭയവും ഉദ്യോഗവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നന്ദനും ധീരയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധീര, നീ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ദർശൻ. ഒരു മുൻ പോലീസുകാരൻ എന്ന രീതിയിൽ അവന്റെ ആ പഴയ സ്വഭാവം വെച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ ചിന്തകൾക്കും അതീതമാണ് ദർശന്റെ പ്രവർത്തികൾ. അവൻ നീ കരുതുന്നത് പോലെയല്ല. നന്ദന്റെ ശബ്ദം ഭയം ഭയം വിറയാർന്നു നിന്നു. നന്ദന്റെ വാക്കുകൾ കേട്ട ധീര തികഞ്ഞ പുച്ഛത്തോടെ അയാളെ നോക്കി അട്ടഹസിച്ചു. ദർശും അവന്റെ തന്തയും തള്ളയും എന്റെ കൈകൊണ്ടാണ് തീർന്നത്. അത് തന്നെയായിരിക്കും അവന്റെയും അവസ്ഥ. ഞാനൊന്ന് വീണുപോയി എന്ന് കരുതി ഞാൻ തോറ്റു എന്നർത്ഥമില്ല നന്ദൻ. അവന്റെ മുന്നിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഈ ധീര തോറ്റിട്ടില്ല. ധീരയുടെ കണ്ണുകളിൽ പക കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദൻ അവരെ ഭയത്തോടെയാണ് നോക്കിയത്. കാരണം അവരെങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയാലും ദർശിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അയാളുടെ മനസ്സ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ്
ജയിലിൽ കിടക്കുമ്പോൾ തോന്നിയതാണ് ആ ഭയം. എന്തുകൊണ്ടാണ് ദർശ് തങ്ങളെ അന്ന് നിയമത്തിന് വിട്ടുകൊടുത്തത്? അതായിരുന്നു നന്ദിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്. മനസ്സിൽ ഇത്രയും വലിയ പകയും വെച്ച് ശത്രുക്കളെ വെറുതെ നിയമത്തിന് വിട്ടുകൊടുക്കുന്നവനല്ല ദർശൻ എന്നയാളുടെ ആന്തരിക ബുദ്ധി മുന്നറിയിപ്പ് നൽകി. അയാൾ തന്റെ മുന്നിൽ അഹങ്കാരത്തോടെ നിൽക്കുന്ന ധീരയുടെ മുഖത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. പിന്നീട് സമയം പെട്ടെന്ന് കടന്നുപോയി. ബംഗ്ലാവിന് മുന്നിൽ ഒരു വലിയ വാഹനം വന്ന് ബ്രേക്ക് ഇട്ടു നിന്നു. അതിൽ നിന്ന് ധീരയുടെ വിശ്വസ്തരായ ആളുകൾ പുറത്തേക്കിറങ്ങി. അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നന്ദനും ധീരയും വേഗം ആ വണ്ടിയിൽ കയറി. ഇന്ന് രാത്രി തന്നെ ഈ നാട്ടിൽ കയറി രക്ഷപ്പെടാനാണ് അവരുടെ തീരുമാനം. എയർപോർട്ട് വഴി പോകാൻ കഴിയില്ല. അതിനാൽ തന്നെ തങ്ങളുടെ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് വഴി രാജ്യം കടക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ഇതൊരു ഭയം കൊണ്ടല്ല, മറിച്ച് തന്ത്രപരമായ ഒരു പിന്മാറ്റം മാത്രമാണെന്ന് വീണ്ടും ധീര എടുത്തു പറഞ്ഞു. വാഹനം ആ ബംഗ്ലാവിനെ കടന്ന് ഹൈവേയിലേക്ക് പ്രവേശിച്ചു. കുറെ സമയങ്ങൾക്ക് ശേഷം വഴിയിലെല്ലാം ശാന്തമാണ് എന്ന് ഉറപ്പാക്കിയ നിമിഷം പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എവിടെ നിന്നോ വന്ന ഒരു ഭീമൻ വാഹനം അവരെ സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ഭയങ്കരമായ ഒരു മെറ്റൽ ശബ്ദവും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവും. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് ഇരുവരുടെയും ബോധം പൂർണ്ണമായി മറഞ്ഞു. ഹൈവേയിൽ ആ വൻ അപകടം നടക്കുമ്പോൾ അവർക്ക് ചുറ്റും വേറെയും ചില വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആരോ കാത്തുനിന്ന് ലക്ഷ്യം പൂർത്തിയാക്കുന്നത് പോലെ. മണിക്കൂറുകൾ കടന്നുപോയി. തല പൊട്ടിപ്പോകുന്ന കഠിനമായ വേദനയോടെയാണ് ധീര കണ്ണു തുറന്നത്. ശരീരം അനക്കാൻ പോലും ആകാത്ത വിധം വല്ലാത്തൊരു വേദന. താൻ എവിടെയാണ് എന്നവർക്ക് മനസ്സിലായില്ല. ചുറ്റുമിരുട്ട് മാത്രം. പുറത്തെ മുറിയിൽ നിന്ന് വരുന്ന ഒരു ചെറിയ വെളിച്ചം മാത്രമാണ് ആ ഇരുട്ടിനെ നേരിയതാക്കി മാറ്റിയത്. തങ്ങൾ ആരുടെ ക്രൂരമായ തടവിലാണ് എന്ന് ധീരയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. തൊട്ടടുത്ത് വസ്ത്രങ്ങൾ ചോരയിൽ കുതിർന്ന് തളർന്നു കിടക്കുന്ന നന്ദനെ കണ്ടതും അവരുടെ ഉള്ളിൽ ഒരു അപായ സൂചന മുഴങ്ങി. ധീര വേഗം നന്ദനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അയാൾ പതറിപ്പോയ കണ്ണുകളോടെ കണ്ണു തുറന്നു. പെട്ടെന്ന് ആ റൂമിൽ നിഗൂഢമായി ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ബൂട്ട്സിന്റെ ശബ്ദവും ആരുടെയൊക്കെ അലർച്ചകളും. എന്താണ് തിരിച്ചറിയുന്നതിന് മുമ്പ് പൊടുന്നനെ ആ റൂമിലെ ലൈറ്റുകൾ ഒന്നടങ്കം ഓണാക്കപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം. അവർ ഭയത്തോടെ ചുറ്റും നോക്കി. ആ കാഴ്ച കണ്ടതും അവരുടെ ശ്വാസം നിലച്ചുപോയി. അതൊരു ശാസ്ത്രീയ ലാബാണെന്നവർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. വെറുമൊരു ലാബല്ല, അത് ദർശിന്റെ അച്ഛനായ ദേവന്റെ പഴയ രഹസ്യ ലാബായിരുന്നു. ഞെട്ടൽ പൂർത്തിയാകുന്നതിന് മുമ്പ് പുറത്തെ വാതിൽ തുറന്ന ഒരു സംഘം ആളുകളുമായി ഒരാൾ ആ റൂമിനുള്ളിലെ ഗാംഭീര്യത്തോടെ കടന്നു വന്നു. ആ വെളിച്ചത്തിലൂടെ നടന്നു വന്നവന്റെ മുഖം അവരുടെ മുന്നിൽ വ്യക്തമായി. ദർശ്. അവരുടെ ഞെട്ടലും ഭയവും കണ്ടുകൊണ്ടവൻ തന്റെ ഇരകളെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് ദർശ് അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു. ധീരയും നന്ദനും ഭയത്തോടെ വിറച്ചുകൊണ്ട് ദർശിനെ നോക്കി. കാരണം അവസാനം അവനെ കണ്ടപ്പോഴുള്ള ശാന്തതയോ സൗമ്യതയോ ഇപ്പോഴാ മുഖത്തില്ല. ഒരു കൊടും ചെകുത്താന്റെ ഭാവമായിരുന്നു അവന്റെ കണ്ണുകളിൽ. ചോരക്കണ്ണുകളോടെ അവൻ അവരെ നോക്കി പല്ലിറുമി. അവൻ അവരെ ഇരുവരെയും നോക്കി കുറച്ചു നിമിഷം നിന്നു. അവന്റെ കണ്ണുകളുടെ പകയിൽ നിന്നും സ്വയം ഇല്ലാതെയാകുന്നത് നന്ദൻ അറിഞ്ഞു. പെട്ടെന്ന് ദർശിന്റെ ആളുകൾ ക്രൂരമായ ഭാവത്തോടെ മുന്നേറ്റാഞ്ഞു. അവർ നന്ദനെ ഒരു ഈച്ചയെ പോലെ ബലമായി പിടിച്ചു വലിച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായതും നന്ദന്റെ ഉള്ളുലഞ്ഞു. അയാൾ ജീവനു വേണ്ടി അലറിക്കരഞ്ഞു. ദർശനെ വിട്ടേക്ക്, പ്ലീസ്. മോനെ, ഞാൻ കാല് പിടിക്കാം, എന്നെ ഒന്നും ചെയ്യരുതേ. ധീര ശ്വാസമടക്കി നോക്കി നിൽക്കെ ആ അട്ടഹാസങ്ങളെയല്ലേ കാറ്റിൽ പറത്തിക്കൊണ്ട് ദർശിന്റെ ആളുകൾ നന്ദനെ തൂക്കിയെടുത്ത് നേരെ ആ വലിയ ഗ്ലാസ് ബോളിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ബോക്സ് മുഴുവൻ മനുഷ്യ ശരീരത്തെ നിമിഷങ്ങൾക്കകം ഉരുക്കിക്കളയുന്ന മാരകമായ ആസിഡ് കൊണ്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. ബോക്സിന്റെ വാതിലടഞ്ഞതും ആസിഡ് നന്ദന്റെ ചർമ്മത്തെയും മാംസത്തെയും പച്ചയോടെ തിന്നു തുടങ്ങി. ആ കത്തുന്ന വേദനയിൽ ഒരു വട്ടം പോലും ഉറക്കെ കരയാൻ പോലും ആകാതെ തൊണ്ടയിടറി ശ്വാസം പോലും കിട്ടാതെ അയാൾ പിടഞ്ഞു. നന്ദന്റെ ശരീരം ഓരോ ഇഞ്ചിഞ്ചായി ഉരുകി ഇല്ലാതാകുന്നത് ആ ഗ്ലാസ് ബോക്സിന് ഇപ്പുറത്തു നിന്ന് ധീരയ്ക്ക് വ്യക്തമായി കാണാമായിരുന്നു. ചോരയും മാംസവും ആസിഡിൽ ലയിച്ച് കറുത്ത പുകയായി ഉയർന്നു. അത്രയും നേരം ധീരയുടെ മുഖത്തുണ്ടായിരുന്ന ആ അഹങ്കാരവും ദേഷ്യവും നിമിഷ നേരം കൊണ്ടില്ലാതെയായി.
അവരുടെ ചോര വറ്റി. ആകെ വിളറി വെളുത്തു. ശരീരം തളർന്ന് ഭയം കൊണ്ട് അവർ അവിടെ തന്നെ നിന്ന് വിറച്ചുപോയി. അതെ, ധീരയുടെ ഉള്ളിൽ ഈ മരണഭയം നിറയ്ക്കണമായിരുന്നു. അത് തന്നെയായിരുന്നു ദർശന് വേണ്ടിയിരുന്നത്. അടുത്തതായി ധീരയെ ആളുകൾ പിടിക്കുമ്പോഴും അവർ തന്റെ മുഖത്തെ ഭാവങ്ങളെ അവന് മുന്നിൽ തെളിയിക്കാൻ മടിച്ചു. ദർശന്റെ മുന്നിൽ തോൽക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെയായിരുന്നു അവർ. ദർശ് ചിരിയോടെ അവർക്ക് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ധീര, നിന്റെ മുഖം എൻ്റെ അമ്മയുടേതാണ്. അത് മാത്രമാണ് നിന്നോടുള്ള എനിക്ക് ഒരേ ഒരു കൺസേൺ. പക്ഷേ നിന്റെ ഈ മുഖത്ത് വേണമെങ്കിൽ നിനക്ക് ഭയമില്ല എന്ന് കാണിക്കാം. പക്ഷെ നിന്റെ കണ്ണുകൾ അത് എന്നോട് പറയുന്നുണ്ട് നീ മരണത്തെ എത്രത്തോളം പേടിക്കുന്നുണ്ട് എന്ന്. നീ പേടിക്കണം. അത്രയും പറഞ്ഞ് നന്ദൻ തൻ്റെ ആളുകളെ അത്രയും പറഞ്ഞ് ദർശ് തൻ്റെ കണ്ണുകൾ കൊണ്ട് ആളുകൾക്ക് ആജ്ഞ നൽകി. അവർ ധീരയെ ആ ആസിഡിൽ ഇടുമ്പോൾ ദർശ് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിന്നു. അവരുടെ ശരീരത്തിലെ അവസാന ഭാഗങ്ങളും ആസിഡ് ലയിക്കുന്നത് അവൻ സന്തോഷത്തോടെ ആത്മവൃദ്ധിയോടെ നോക്കി നിന്നു. പ്രസന്റിൽ തൻ്റെ ബംഗ്ലാവിൽ വേദയെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന ദർശിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. ഉള്ളിൽ ആ ഓർമ്മകൾ അവനിൽ അത്രത്തോളം സന്തോഷമുണ്ടാക്കി. ആ പക നിറഞ്ഞ മുഖത്തോടെ അവൻ നോക്കിയത് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന വേദയായിരുന്നു. അവളെ കണ്ടതും അത്രയും നിമിഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്ന വാശിയും പകയും ഇല്ലാതെയാകുകയായിരുന്നു. അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറുകിൽ ചുണ്ടുകൾ ചേർത്ത് കണ്ണുകൾ അടച്ച് സമാധാനത്തോടെ കിടന്നു. തൻ്റെ ലൈഫിലെ എല്ലാ മോശം കാര്യങ്ങളും ഇല്ലാതെയാക്കി എന്ന ഉറപ്പോടെ. അങ്ങനെ ദർശിന്റെ പ്രതികാരത്തിന്റെ അഗ്നിയിൽ ധീരയും നന്ദനും എന്നേക്കുമായി ഇല്ലാതെയായി. അവരുടെ അഹങ്കാരവും ക്രൂരതകളും ആ രഹസ്യ ലാബിലെ ഇരുട്ടിൽ ആസിഡിന്റെ പുകയോടൊപ്പം വായുവിൽ അലിഞ്ഞു ചേർന്നു. വർഷങ്ങളായി ദർശി തൻ്റെ ഉള്ളിൽ ചുമന്ന പ്രതികാരത്തിന്റെ കനൽ എന്നേക്കുമായി ശാന്തമായി. പക്ഷെ പുറംലോകം നിന്നും അറിഞ്ഞതേയില്ല. നഗരത്തിലെ ആ വലിയ ഡിസ്ട്രിക്ട് പോലീസ് റെക്കോർഡ് റൂമിലെ പൊടി പിടിച്ച ഇരുണ്ട റാക്കുകൾക്കുള്ളിൽ കട്ടിപ്പൂട്ടുള്ള ഒരു ഇരുമ്പ് അലമാരയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ അലമാരയിലെ ഒരു ചുവന്ന ഫയലിന്മേൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, കേസ് നമ്പർ 402/2024, ധീരാനന്ദൻ മിസ്സിംഗ് കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പല വഴിക്ക് നോക്കിയിട്ടും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ആകാശത്തേക്ക് എവിടേക്കോ അപ്രത്യക്ഷരായ 2 പേർ. അവരെവിടെ പോയി എന്നതിനെക്കുറിച്ച് പോലീസിന്റെ പക്കൽ ഇന്നും യാതൊരു സൂചനയുമില്ല. അവർ ജീവനോടെയുണ്ടോ അതോ മരിച്ചോ എന്നറിയില്ല. അത് കണ്ടെത്താൻ കഴിയില്ല എന്നും, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ദർശി സമ്മതിക്കില്ല എന്ന വിശ്വാസത്തിൽ നമ്മുടെ കഥ ഇവിടെ നിർത്തുകയാണ്. വേദയുടെയും ദർശിൻ്റെയും പ്രണയത്തിൻ്റെയും പകയുടെയും പ്രതികാരത്തിൻ്റെയും കഥ ഇവിടെ തീരുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളിവിടെ സൂചിപ്പിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഒരുപാട് വൈകി, ചില കാര്യങ്ങളിൽ ഞാൻ തിരക്കായിപ്പോയി, അറിയാലോ. പിന്നെ ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു? എന്താണ് നിങ്ങൾ ഈ കഥയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? എന്തായിരുന്നു ഈ കഥയിലെ നെഗറ്റിവിറ്റി? എന്തായിരുന്നു ഈ കഥയിൽ വേണ്ട എന്ന് തോന്നിയൊരു ഭാഗം? പിന്നെ എന്നെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല സുഹൃത്തുക്കളായി നിങ്ങൾ കുറേ പേരും എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്താണേലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഓൾ.